Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പൊ നമ്മള് മോർച്ചറി സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? എവിടെ വരെ എടുത്തത് മോർച്ചറി സർവീസ് കഴിഞ്ഞ ക്ലാസ്? പോസിറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചർ പറഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോർച്ചറിയുമായി ബന്ധപ്പെട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് അല്ലെ? ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. സെക്കൻഡ് വൺ ആണ് റിസപ്ഷൻ. തേർഡ് വൺ ട്രോളി വേ അല്ലെ? ട്രോളി സൗകര്യങ്ങള് വേണം. ദെൻ ഫോർത്ത് പോയിന്റ് വെയിറ്റിംഗ് ഏരിയ അല്ലെ? അവിടെ വരുന്ന വിസിറ്റേഴ്സിന് റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയയും ഈ ഒരു മോർച്ചറി സേവനവുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഫിഫ്ത് വൺ ആണ് പറഞ്ഞത് സ്റ്റോറേജ് ചേംബർ അല്ലെ? അപ്പൊ സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചേംബർ അല്ലെങ്കിൽ അറയാണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. ഇത് കോൾഡ് ചേംബേഴ്സ് ആണ്. എന്താണ്? തണുപ്പാണ് അവിടെ അല്ലെ? അല്ലെങ്കിൽ മരവിപ്പിച്ച് വെക്കുന്ന ആ ഒരു അവസ്ഥയാണ് കോൾഡ് ചേംബേഴ്സ്. അപ്പൊ അത് ആ കോൾഡ് ചേംബേഴ്സിനെ രണ്ട് വിധത്തില് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സും സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സും. ഓക്കെ, അതില് ഫസ്റ്റ് വൺ പറഞ്ഞതാണ് നമ്മള് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് ബോഡി കീപ്പ് ചെയ്യുന്നത്. അത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. എവിടെയാണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിൽ. അപ്പൊ അത് രണ്ടിന്റെയും ആ ഒരു ടൈമിംഗ് ചോദിക്കുക, ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കാറുണ്ട് കേട്ടോ. While this is usually used for keeping bodies for up to several weeks, കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഈ ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഓക്കെ, then it does not prevent decay. എന്താണ് പറഞ്ഞത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീകേ അല്ലെങ്കിൽ ഡികമ്പോസ്ഡ് ആവുന്നത് അല്ലെ? അഴുകുന്ന ആ ഒരു പ്രവണത അതിനെ പ്രിവെന്റ് ചെയ്യുന്നില്ല. മറിച്ച് എന്താ? വിച്ച് കണ്ടിന്യൂസ് അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. എന്താ ചെയ്യുന്നത്? ഒരു റൂം ടെമ്പറേച്ചറിൽ ഒരു ഡെഡ് ബോഡി വെക്കുമ്പോൾ എത്രത്തോളം ഡീകേ അല്ലെങ്കിൽ ഡികമ്പോസിഷൻ നടക്കുന്നുണ്ടോ അത്രയും റേറ്റിൽ ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രം. ഒരു സ്ലോവർ റേറ്റില് ഇവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട് ഡെഡ് ബോഡീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നാൾ ഇത് നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ സൂക്ഷിക്കാൻ പറ്റില്ല. കുറച്ച് ആഴ്ചകളോളം നമുക്ക് സൂക്ഷിക്കാം, അല്ലാതെ ഒത്തിരി നാൾ നമുക്ക് കുറെ വർഷം, ഇപ്പൊ കുറെ നാളുകൾ നമുക്ക് അത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് എന്തെങ്കിലും ഫോറൻസിക് പരമായിട്ടുള്ള എന്തെങ്കിലും പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി നാൾ നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ സാധിക്കില്ല. നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ പഠിക്കുക, നെഗറ്റീവ് ആണ് അവിടെ ടെമ്പറേച്ചർ. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അതൊരു മിസ്റ്റേക്ക് ഉണ്ട്, -25 ഡിഗ്രി സെൽഷ്യസ് ആക്കുക. അപ്പൊ അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ് അവിടെ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഏതൊക്കെ ടെമ്പറേച്ചറിനിടയിലാണ്? -15 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടായിരിക്കും നെഗറ്റീവ് ടെമ്പറേച്ചറിൽ
ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, then usually used at a forensic institute. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇങ്ങനെ കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. particularly when a body has been identified, ബോഡി ഐഡന്റിഫൈ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും എവിഡൻസുകൾ കണ്ടെത്താനും ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മരിച്ചതിന്റെ ആ ഒരു കോസ് ഓഫ് ഡെത്ത്, മരണ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നെഗറ്റീവ് ടെമ്പറേച്ചറിൽ കൂടുതലായിട്ടും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. ഈ ഒരു ടെമ്പറേച്ചറിൽ വളരെ കൂടുതലായിട്ടുള്ള നെഗറ്റീവായിട്ട് വളരെ -ഡിഗ്രിയിലാണ് വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ബോഡി ഇങ്ങനെയായിരിക്കും, കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും. എന്താണ്, പൂർണ്ണമായിട്ടും അതിനെ മരവിപ്പിക്കുന്നു. ഫ്രോസൺ ചെയ്യാൻ മരവിപ്പിക്കുക അല്ലെ, പൂർണ്ണമായിട്ടും മരവിപ്പിക്കുന്നു. ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ അവിടെ ഡീകേ അല്ലെങ്കിൽ അത് ആ ഒരു അടുക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കുന്ന ആ ഒരു അവസ്ഥ ടോട്ടലി എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ടെമ്പറേച്ചറും പോസിറ്റീവ് ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ അവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഇനി ഇവിടെ എന്താണ്, സെവറൽ വീക്സ്, കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഇവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡീകേയെ പ്രിവെന്റ് ചെയ്യുന്നില്ല, ഒരു സ്ലോവർ റേറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ വരുമ്പോ അവിടെ ബോഡീസ് കെപ്റ്റ് ചെയ്തിരിക്കുന്നത് -15 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. പർട്ടിക്കുലർലി എന്തിനു വേണ്ടിയിട്ടാ, ബോഡി ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പരിശോധനകൾ നടത്താനും എന്താണ് എവിഡൻസുകൾ കളക്ട് ചെയ്യാനും ആ ഒരു രോഗകാരണം, ഒരു മരിക്കാനുണ്ടായ ആ ഒരു കാരണം എന്താണ് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ടെമ്പറേച്ചർ റെക്കോർഡ് ചേമ്പേഴ്സ് ഉപയോഗിച്ച് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഈ ഒരു ടെമ്പറേച്ചറിൽ ആ ബോഡി കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഡീകേ എങ്ങനെയായിരിക്കും, ടോട്ടലി സ്റ്റോപ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കാറുണ്ട്. ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിന്റെ അവർ ബോഡീസ് കീപ്പ് ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിലാണെങ്കിലോ -15 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടായിരിക്കും. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പോസ്റ്റ്മോർട്ടം റൂം. പോസ്റ്റ്മോർട്ടം റൂം അല്ലെ, ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഓട്ടോപ്സി റൂമുകള് ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസ്റ്റ്മോർട്ടം റൂം ഇതുമായി ബന്ധപ്പെട്ട് വേണം. The postmortem room is treated to be like an operation theatre in all technically. ഈ ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് നമ്മൾ ടെക്നിക്കലി നമുക്കിത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലാണെങ്കിലും അവിടെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്താണ് പരിശോധനകൾ അല്ലെ, നമ്മൾ ബോഡി കീറിയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ എങ്ങനെയാണ്, ഡെഡ് ആയിട്ടുള്ള അല്ലെ മൃതശരീരങ്ങളാണ് കീറി പരിശോധിക്കുന്നതെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാണ്, അവിടെ ജീവനുള്ള ശരീരങ്ങളാണ് കീറി പരിശോധനകൾ നടത്തി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്, ടെക്നിക്കലി സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പോസ്റ്റ്മോർട്ടം റൂമില് ഒരു പ്രത്യേകത, പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും രണ്ടും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം സിമിലർ ആണ്. അതായത് പോസ്റ്റ്മോർട്ടം റൂമാണെന്ന് വിചാരിക്കുക, അവിടെ ഡെഡ് ബോഡീസ് ആണ് അല്ലെ, മൃതശരീരങ്ങളാണുള്ളത്. അവ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ഇൻഫെക്ഷൻസ് പുറത്തേക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു റൂമിൽ നിന്നും പുറത്തേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാനാണ് പോസ്റ്റ്മോർട്ടം റൂമിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻസ് എന്ത് ചെയ്ത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, അത് ഒഴിവാക്കാനാണ്
പോസ്റ്റ്മോർട്ടം റൂമിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? പുറത്തുള്ള ഇൻഫെക്ഷൻസ്, ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുള്ള ഏതൊക്കെ ഇൻഫെക്ഷൻസും ഒരു ഇൻഫെക്ഷനും എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കടക്കാൻ പാടില്ല. അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുകയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കിട്ടിയോ? പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും എങ്ങനെയാണ് അവിടെ ഇൻഫെക്ഷനെ ഒഴിവാക്കണം. അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവർ പുറത്തു നിന്നുള്ള പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസ് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളില് കയറുന്നതിനെ ഒഴിവാക്കണം. മറ്റേ പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റൂമിനുള്ളിലുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് തടയണം. അല്ലെ? രണ്ടും അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നോക്കിയേ, പോസ്റ്റ്മോർട്ടം റൂം, ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ് ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മോർച്ചറി ആൻഡ് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ദാറ്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ atmosphere is required to avoid outside infection that enters inside, and in mortuary is needed to make sure that inside infections does not spread out. ഇവിടെ എന്താ പറയുന്നത്? ദ മേജർ ഡിഫറൻസ് ഈ മോർച്ചറിയും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം. എന്താണ്? ഒരു വളരെ നല്ല രീതിയിലുള്ള ശരിയായോ അല്ലെങ്കിൽ വളരെ അറ്റ്മോസ്ഫിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ അങ്ങനെ ഒരു കെയർ നമ്മൾ അവിടെ കൊടുക്കണം. റിക്വയർഡ് ടു അവോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. ഓക്കെ, എന്താണ് ഒഴിവാക്കേണ്ടത്? ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ, പുറമേ ഉള്ള ഇൻഫെക്ഷൻ ഇതിനുള്ളിലേക്ക് എൻറ്റേഴ്സ് ഇൻസൈഡ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നതിനെ ഒഴിവാക്കണം. എന്നാൽ അതേസമയം മോർച്ചറിയുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈസ് നീഡഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻസൈഡ് ഇൻഫെക്ഷൻ ഡസ് നോട്ട് സ്പ്രെഡ് ഔട്ട്. അവിടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കിട്ടിയോ പോസ്റ്റ്മോർട്ടം റൂമിന്റെ പോയിന്റ്സ്? ഓക്കെ, then seventh one ആണ് ഓഫീസ് റൂം ഫോർ കീപ്പിംഗ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. എന്താണ് ഓഫീസ് റൂം? അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതായത് ഓരോ എന്തൊക്കെ ഡെഡ് ബോഡീസ് ആണ്, ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ ടൈമിംഗ് ആയിക്കോട്ടെ, അത് എത്ര എണ്ണം അവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെയാണ് അവിടുന്ന് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഏതൊക്കെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സും പ്രോപ്പർ ആയിട്ട് പ്രോസസ്സിംഗ് ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം. അതിനു വേണ്ടി ഒരു ഓഫീസ് റൂം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, 8 നോക്കിയേ, ഡോക്ടേഴ്സ് റൂം. അപ്പൊ ഇവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണമെങ്കിൽ ഡോക്ടേഴ്സ് വേണം അല്ലെ, സർജൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഡോക്ടേഴ്സ്, സർജൻസ് പോലെയുള്ള ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ആ ഒരു വിശ്രമത്തിനും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡോക്ടേഴ്സ് റൂമുകൾ കൊടുക്കുക. സ്റ്റോർ റൂം, അടുത്തതാണ് സ്റ്റോർ റൂം. എന്താണ്? അവിടെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പൊ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് കുറെ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ, സിസേഴ്സ് പോലെയുള്ള നീഡിൽസ് പോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യാനും മറ്റ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട മറ്റ് എന്തൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുള്ളൂ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഒരു സ്റ്റോർ റൂം ആവശ്യമാണ്. 10th one നോക്കി, റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. ടെക്നീഷ്യൻസിനും അസിസ്റ്റൻസിനും വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. അപ്പൊ ടെക്നീഷ്യൻസും അസിസ്റ്റൻസും ഇതുപോലെയുള്ള പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് അതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂം അവർക്ക് വേണം.
11th ചേഞ്ചിങ് റൂം. അതായത് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ അവരുടേതായ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെ? ഗൗൺ പോലുള്ള കാര്യങ്ങളൊക്കെ ധരിച്ച് വളരെ കെയർഫുൾ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ പോസ്റ്റ്മോർട്ടം പോലുള്ള പ്രൊസീജിയർ കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ചേഞ്ചിങ് റൂം ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് ടോയ്ലറ്റ്സ്. ടോയ്ലറ്റ് സൗകര്യം. അപ്പൊ അവിടെയാണ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് സൗകര്യം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ദൂരേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു ടോയ്ലറ്റ് സൗകര്യവും എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഫങ്ഷണൽ ഏരിയാസിൽ നമ്മൾ പറഞ്ഞത്? 12 ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആംബിൾ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. അതുപോലെ തന്നെ എന്താ? ആ വെഹിക്കിൾസ്, ഈ ഒരു ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു റൂമിന്റെ അടുത്തേക്ക് ആ വാഹനങ്ങൾ എത്തുന്ന ആ ഒരു ഏരിയ എങ്ങനെയായിരിക്കണം? കവർ ചെയ്തിരിക്കണം. വെറ്റായിട്ടുള്ള വെതറിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? മഴ പോലെയുള്ള മറ്റു കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. റിസപ്ഷൻ ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന ആ ഡെഡ് ബോഡീസിനെ നിരീക്ഷിക്കാനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് റിസപ്ഷൻ ഏരിയ ഉള്ളത്. ട്രോളി ബേ എന്ന് പറഞ്ഞാൽ എന്തിനാ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി, അല്ലെ? ഡെഡ് ബോഡിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് ട്രോളികള്. അതിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. വെയിറ്റിംഗ് ഏരിയ. അവിടെ വരുന്ന വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ എന്ത് ചെയ്യണം? വെയിറ്റിംഗ് റൂം പ്രൊവൈഡ് ചെയ്ത് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. ഫിഫ്ത് പറഞ്ഞ എന്താണ്? സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ എന്നതിന് വേണ്ടി ആ ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ചേംബർ അല്ലെങ്കിൽ അറ. അത് രണ്ട് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും. അതിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees സെൽഷ്യസിനും 4 degrees സെൽഷ്യസിനും ഇടയിൽ, അല്ലെ? ബോഡീസ് കീപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ എന്താണ്? ഡികെ പ്രിവെന്റ് ചെയ്യുന്നില്ല, ഒരു സ്മോളർ റേറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ വരുമ്പോഴോ ബോഡീസ് -50 degrees സെൽഷ്യസിനും -25 degrees സെൽഷ്യസിനും ഇടയിൽ കീപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ആ ഒരു ഫുൾ ബോഡി ഫുള്ളും എങ്ങനെയായിരിക്കണം? ഫുള്ളി ഫ്രോസൺ, വളരെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഡികെ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ടോട്ടലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ വരും. ഓക്കെ. സിക്സ്ത് വൺ ആണ് പോസ്റ്റ്മോർട്ടം റൂം. പോസ്റ്റ്മോർട്ടം റൂമില് അതെങ്ങനെയാണ്? ടെക്നിക്കലി അതൊരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ്. അവിടെ വരുന്ന ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ കയറാതെ തടയുകയാണ് നമ്മളെങ്കിൽ, പോസ്റ്റ്മോർട്ടം റൂമുകളില് ആ പോസ്റ്റ്മോർട്ടം റൂമിന്റെ ഉള്ളിൽ നിന്നും ഇൻഫെക്ഷൻസ് പുറത്തേക്ക് പോവാതിരിക്കാനായിട്ടാണ് തടയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. റെക്കോർഡുകളൊക്കെ പ്രോസസ് ചെയ്യാനും കീപ്പ് ചെയ്യാനും സൂക്ഷിച്ചു വെക്കാനും വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം വേണം. ഡോക്ടേഴ്സ് റൂം, സർജൻസ്, മറ്റ് അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഒക്കെ അവർക്കൊക്കെ ആവശ്യമായിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഡോക്ടേഴ്സ് റൂം വേണം. സ്റ്റോർ റൂമുകൾ, എല്ലാ എക്യുപ്മെന്റ്സും ഐറ്റംസും എല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോർ റൂം വേണം. റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. ഈ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും, ടെക്നീഷ്യൻസും അസിസ്റ്റൻസും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് വേറൊരു സെപ്പറേറ്റ് റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചേഞ്ചിങ് റൂമുകള്, ഡ്രസ്സ് പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിങ് റൂംസ് വേണം. ടോയ്ലറ്റ്സ് സൗകര്യവും ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട്, മോർച്ചറി എന്ന് പറയുന്ന ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. 12 ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് മോർച്ചറീസ്. മോർച്ചറിയുടെ ടൈപ്പ്, അതായത് മോർച്ചറി ഏതൊക്കെ തരത്തിലാണ് മോർച്ചറീസ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ 3 ടൈപ്പാണ് പഠിക്കാനുള്ളത്. വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി ആൻഡ് പ്രൈവറ്റ് മോർച്ചറി. ഈ 3 അപ്പൊ ടൈപ്സ് ഓഫ് മോർച്ചറീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? വെയിറ്റിംഗ് മോർച്ചറി വരുന്നുണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറി വരുന്നുണ്ട്, തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. ഈ 3 മോർച്ചറീസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് എന്താ അറിയുള്ളൂ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ്
planned specifically for the purpose, affirming that deceased persons are truly dead. അതായത് affirming എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ, മരണപ്പെട്ട ആ വ്യക്തി, മരണപ്പെട്ട ആളുകൾ, വ്യക്തികൾ ആരൊക്കെയാണ്, അവരാണ് ഡിസീസ്ഡ് പേഴ്സൺസ്. ഇനി ആ ട്രൂലി ഡെഡ്, അവര് യഥാർത്ഥത്തിൽ ഈ മരണപ്പെട്ടതായിട്ടുള്ള വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സ്പെസിഫിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ പ്രത്യേകമായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. Okay, waiting mortuary is a mortuary building planned specifically for the purpose, affirming that deceased persons are truly dead. അതായത് മരണപ്പെട്ട വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. Before the emergence of modern methods of verifying death, the people feared that they would be buried alive. അതായത് ഈ ഒരു മോഡേൺ ആയിട്ടുള്ളത് ഇത് ഡെത്ത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡെത്ത് മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാനായിട്ട് മോഡേൺ മെത്തേഡ്സ് ഒക്കെ വരുന്നതിന് മുൻപ് ആളുകൾ എന്ത് ചെയ്തിരുന്നു, പീപ്പിൾ ഫിയർ ദാറ്റ്, അവര് പേടിയുണ്ടായിരുന്നു, ആളുകൾക്ക് പേടിയായിരുന്നു, ദാറ്റ് ദേ വുഡ് ബി buried alive. Buried എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് buried? ബിരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എന്താണ് ബിരീഡ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്? എന്താണ് ബിരീഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ്? എന്താ? അടക്കം ചെയ്യുക അല്ലെ, അടക്കം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ബിഫോർ ദി എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈങ് ഡെത്ത്, ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവം, മരിച്ചു എന്ന് പറയുന്ന മരണം, അത് വെരിഫൈ ചെയ്യണമെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് പുതിയ മെത്തേഡുകൾ, മോഡേൺ മെത്തേഡുകൾ വരുന്നതിന് മുൻപ് ആളുകൾക്ക് പേടിയായിരുന്നു. എന്താണ്, അവരെ ജീവനോടെ അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭയത്തെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു ലെസൺ ദ സച്ച് ഫിയേഴ്സ്, ഇങ്ങനെയുള്ള പേടികളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് the lately deceased were housed for an time in waiting mortuaries. Lately deceased എന്ന് പറഞ്ഞാൽ ഈയിടെ മരിച്ച അല്ലെങ്കിൽ ഈയിടെ മരണപ്പെട്ടതായിട്ടുള്ള ആളുകള് അവരെന്ത് ചെയ്യുന്നു, for a time in waiting mortuary, വെയിറ്റിംഗ് മോർച്ചറിയില് സൂക്ഷിക്കുന്നു. കുറച്ച് സമയത്തേക്ക് ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയില് സൂക്ഷിക്കും. എന്തിനു വേണ്ടിയാണ്? where attendants would watch for signs of life. അറ്റൻഡൻസ് ആരാ? അവിടുത്തെ സേവകർ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരാണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, would watch for signs of ലൈഫ്. ആ ഒരു മരിച്ച വ്യക്തി അവരെ അവിടെ ആ ഒരു വെയിറ്റിംഗ് റൂമില് നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ആ വെയിറ്റിംഗ് റൂമില് വെച്ച് അവർക്ക് എന്തെങ്കിലും ജീവനുമായി ബന്ധപ്പെട്ട, ജീവന്റെ എന്തെങ്കിലും ഒരു തുടിപ്പോ അല്ലെങ്കിൽ ജീവന്റെ എന്തെങ്കിലും ഒരു ഒരു സൈൻ അല്ലെങ്കിൽ ഒരു അടയാളമോ അവരിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ അറ്റൻഡൻസ് എപ്പോഴും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, the corpse would be allowed to decompose partially prior to burial. Burial എന്നാണ് കേട്ടോ ആ ഒരു വേർഡ്. prior to BURIAL, BURIAL എന്നാണ് കേട്ടോ burial. ഓക്കെ, ഇനി കോപ്സസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോപ്സസ് ആരാണ്? മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം കേട്ടോ. മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം. മീനിങ്സ് അറിയാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പറയുന്നതിനോടൊപ്പം തന്നെ ഒന്ന് എഴുതിയിട്ടേക്കാം കേട്ടോ. The corpses would be allowed to decompose partially prior to burial. അതായത് ഇവിടെ നമ്മൾ ആ ഒരു വെയിറ്റിംഗ് റൂമിൽ അല്ലെങ്കിൽ വെയിറ്റിംഗ് മോർച്ചറിയിൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെഡ് ബോഡീസിനെ കിടത്തുന്നുണ്ട് അല്ലെ. അവർക്ക് എന്തെങ്കിലും ഒരു അംശം, ജീവന്റെ ഒരു അംശം അവരിലുണ്ടോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കണം അല്ലെ. പൂർണ്ണമായിട്ട് അവർ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ മൃതശരീരങ്ങളെ അല്ലെങ്കിൽ ഈ ശവശരീരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, would be allowed to decompose partially. കുറച്ച് എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ അത് ഡിക്കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീക്കേ ചെയ്യാനായിട്ട്, അഴുകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്നു. നമുക്കറിയാം ഈ ഡിക്കമ്പോസിഷൻ ഒക്കെ നടന്നു തുടങ്ങുമ്പോൾ മൈക്രോ സ്മെല്ലൊക്കെ ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് വരാനൊക്കെ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിക്കമ്പോസിഷൻ നടന്നു തുടങ്ങിയെങ്കിൽ അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ പറ്റും എന്താണെന്നുള്ളത്, അവിടെ ആ ഒരു ഡെഡ് ബോഡി പൂർണ്ണമായിട്ടും യഥാർത്ഥത്തിൽ അവരെ മരിച്ചു, അവരുടെ ആ ഒരു മരണം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് പറ്റും. അങ്ങനെ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ആ വെയിറ്റിംഗ് റൂമുകൾ അല്ലെങ്കിൽ വെയിറ്റിംഗ് മോർച്ചറികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരെ
സൂക്ഷിക്കുന്നു. അതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു മോർച്ചറി ബിൽഡിംഗ് ആണ്. ഇത് എന്തിനു പ്ലാൻ ചെയ്തിരിക്കുന്ന? പ്രത്യേകമായിട്ട് സ്പെസിഫിക്കലി പ്ലാൻഡ് ആണ്. പ്രത്യേകമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അഫേമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺസ് ആർ ട്രൂലി ഡെഡ്. ഈ ഉള്ള എന്താണ് മരണപ്പെട്ട വ്യക്തികള് അവര് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയിരിക്കുന്ന ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ആ വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്താണ് ചെയ്യുന്നത്? ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈങ് ഡെത്ത്, ആ ഡെത്ത് അല്ലെങ്കിൽ മരണം സംഭവിച്ചത് സ്ഥിരീകരിക്കാനായിട്ടുള്ള മോഡേൺ മെത്തേഡ്സ് വരുന്നതിന് മുൻപ് ആളുകൾ എന്ത് ചെയ്തിരുന്നു? അവരെ ജീവനോടെ തന്നെ അവരെ അടക്കം ചെയ്യുമെന്ന് പേടിയായിരുന്നു അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ പേടിയും ഭയവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലേറ്റ്ലി ഡിസീസ്, ഈ അടുത്ത് പെട്ടെന്ന് ഉടനെ മരണപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു? കുറച്ച് സമയം നമ്മൾ കുറച്ച് നേരം ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കും. അങ്ങനെ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അറ്റൻഡൻസിനെ എന്താണ് ഏൽപ്പിക്കുന്നത്? ഈ ഒരു ഡെഡ് ബോഡി എന്തെങ്കിലും ജീവന്റെ ഒരു ലൈഫ്, സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ജീവന്റെ എന്തെങ്കിലും ഒരു അടയാളം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവരെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം ഒത്തിരി ആളുകളൊന്നുമില്ല, ചില 1-2 കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള മരിച്ച ആള് തിരിച്ചു വന്നിരിക്കുന്നു അല്ലെ? അവർ ചിലപ്പോ മരണപ്പെട്ടതിന്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അവരിൽ ജീവന്റെ ഒരു തുടിപ്പ് കണ്ടു എന്നുള്ളതൊക്കെ കേട്ട് ചില വളരെ റെയറായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ജീവന്റെ തുടിപ്പ് അതിലുണ്ടോ, അവരുടെ ഡെഡ് ബോഡിയിൽ ഉണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുന്നു. ആ ഒരു അറ്റൻഡർ വാച്ച് ചെയ്യുന്നു. ഇനി കോപ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? മൃതശരീരം അല്ലെങ്കിൽ ശവശരീരം. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു അടക്കം ചെയ്യുന്നതിന് മുൻപ് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ വെക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഇവര് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും മരിച്ചു എന്ന് നമുക്കിത് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കി വേഗം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും വെയിറ്റിംഗ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണോ പറയുന്നത്? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? The corpses would be allowed to decompose partially prior to burial. അതായത് അവിടെ നമ്മൾ ആ ഒരു മൃതശരീരം അല്ലെങ്കിൽ ശവശരീരം നമ്മൾ ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയല്ലേ? അപ്പൊ ആ സമയത്ത് ആ ഒരു ബുറിയൽ അല്ലെങ്കിൽ അവരെ അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയ രീതിയിൽ അവിടെ ഒരു ഡീകമ്പോസിഷൻ ചെയ്യാനായിട്ട് നമ്മൾ അതിനെ അനുവദിക്കുന്നു. അങ്ങനെ ആ ഒരു ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ആദ്യമൊക്കെ സ്മെല്ല് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സ്ഥിരീകരിക്കാൻ പറ്റും. അതായത് ആ ഒരു ഡെഡ് ബോഡി, ആ ഒരു മൃതശരീരം അവര് ശരിയായ രീതിയിൽ അവർ യഥാർത്ഥത്തിൽ അവർ മരിച്ചതാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ മരിച്ച ആളുകൾക്കാണ് അങ്ങനെ ഡീകമ്പോസിഷൻ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ മരിച്ചിട്ടുണ്ട്, അതുപോലെ അതുകൊണ്ടാണ് അവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നത് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇവരുടെ മരണം ഉറപ്പുവരുത്താനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അഫേമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, വെയിറ്റിംഗ് മോർച്ചറി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം നമുക്ക്. ഹോസ്പിറ്റൽ മോർച്ചറി നെക്സ്റ്റ് വൺ ആണ്. Hospital mortuary. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് is situated within a hospital. ഒരു ഹോസ്പിറ്റലിനുള്ളിലാവാം, അല്ലെങ്കിൽ ഒരു കെയർ സെന്ററുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു ഹോസ്പൈസ് എന്താണ് പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള അല്ലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോം, റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എന്താണ് ഒത്തിരി രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അപ്പൊ അവർ ചിലപ്പോൾ അവരുടെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആരും നോക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കെയർ സെന്ററുകൾ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റുകളും അവർക്ക് മറ്റു സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ
ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ മറ്റിങ്ങനെയുള്ള കെയർ സെന്ററുകളോ ഹോസ്പൈസോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയില് എങ്ങനെയുള്ള, അതായത് ഇത്രയും ഹോസ്പിറ്റലിൽ വരുന്ന, അതായത് ഇപ്പൊ നമുക്ക് ഒട്ടും അവർ ആ ഒരു എൻഡ് സ്റ്റേജ് അവർക്ക് അറിയും. ഇപ്പൊ നമ്മളിപ്പോ പാലിയേറ്റീവ് കെയറുകളൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ഇനി ചെയ്താലും അവർ ചിലപ്പോൾ അവരുടെ ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അവരുടെ ആ ഒരു കണ്ടീഷൻ അത്രയ്ക്ക് അത്രയ്ക്ക് അവിടെ സിവിയർ ആയിപ്പോയി അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായ മെന്റലി ഒരു സപ്പോർട്ടാണ് ആവശ്യം. അവരുടെ ഒരു മനസ്സിനൊരു സന്തോഷവും, അവർക്ക് ആ ഒരു ജീവിതം ഇനി മുന്നോട്ട് അവർക്ക് അധികം നാൾ കൊണ്ടുപോകാനില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിനുപരി അവർക്ക് ആ വേദനകൾ ഒന്ന് കുറയ്ക്കുക അല്ലെ, അവർക്ക് മാക്സിമം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള കെയർ സെന്ററുകൾ, ഹോസ്പൈസസ്, റിട്ടയർമെന്റ് ഹോമുകളൊക്കെ. അപ്പൊ അവർക്ക് അവരുടെ നോക്കാനായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു വേദനയൊക്കെ നമുക്ക് കുറച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സേവനമാണ് ഇങ്ങനെയുള്ള കെയർ സെന്ററുകളോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വെച്ച് അങ്ങനെയുള്ള രോഗികൾ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവരൊക്കെ പെട്ടെന്ന് മരണമടയുമ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ഇനി ഇറ്റ് എംപ്ലോയ്സ് സാലറിഡ് പേഴ്സണൽ കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് ഓർ മോർട്ടീഷ്യൻസ്. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് ആയിട്ടുള്ള, അതായത് അവിടെ ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ജീവനക്കാര്, ആ ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറിയില് എംപ്ലോയ് ചെയ്യുന്ന സാലറീഡ് ആയിട്ടുള്ള പേഴ്സണൽസ് ആണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണ്, ജീവനക്കാരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്നറിയപ്പെടുന്നത്. Then hospital mortuaries are part of hospital service. ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി hospital mortuary may be delegated as an autopsy site for forensic purposes. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മോർച്ചറിയില് മറ്റൊരു ചുമതല കൂടിയുണ്ട്, as an autopsy site for forensic purposes. മറ്റു ഫോറൻസിക് ആയിട്ടുള്ള പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോപ്സി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രൊസീജിയർ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ഡെലിഗേറ്റഡ് എന്ന് പറയുന്നത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഹോസ്പിറ്റൽ മോർച്ചറി ആയിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്തിനോടൊക്കെ എന്തിലൊക്കെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റല്, അതുപോലെ ഒരു കെയർ സെന്ററോ അല്ലെങ്കിൽ ഒരു ഹോസ്പൈസ് പോലെയുള്ള പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ളവയോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോമുമായി ബന്ധപ്പെട്ടാണ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇറ്റ് എംപ്ലോയ്സ് സാലറീഡ് പേഴ്സണൽസ് കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് ഓർ മോർട്ടീഷ്യൻസ്. ഇവിടെ എംപ്ലോയ് ചെയ്യുന്ന സാലറീഡ് ആയിട്ടുള്ള ജീവനക്കാർ, അവരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് വിളിക്കുന്നു. Then hospital mortuaries are part of ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ സർവീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങളുടെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ മറ്റൊരു ചുമതല എന്താണ്? മേ ബി ഡെലിഗേറ്റഡ്. എന്താണ് ഒരു ചുമതല? ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസസ്. ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റ്, അത് ചുമതല, അതിന്റെ ആ ഒരു ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻ റൂറൽ ഏരിയാസ് എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. ഗ്രാമപ്രദേശങ്ങളില് where there are no burial facilities nearby, അവിടെ ആ ഒരു അടക്കം ചെയ്യാനായിട്ട്, അവരുടെ ആ ഒരു ഡെഡ് ബോഡീസ് അടക്കം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ നിയർ ബൈ, തൊട്ടടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ a hospital mortuary may receive the body of an individual who died outside its own vicinity. എന്താണ് വിസിനിറ്റി എന്ന് പറയുന്നത്? വിസിനിറ്റിയും സമീപത്ത് അല്ലെങ്കിൽ നിയർ ബൈ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ അവിടെ ഹോസ്പിറ്റൽ മോർച്ചറി, ഇപ്പൊ റൂറൽ ഏരിയയിലെ ആളുകൾ അല്ലെങ്കിൽ മരിച്ചാല് അവർക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വളരെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള അടക്കം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളോ ഇല്ലാതെ വന്നു കഴിഞ്ഞാല്
ഹോസ്പിറ്റൽ മോർച്ചറിയില് കുറെ ഒരു ചെറിയ ഫീസോട് കൂടി എന്ത് ചെയ്യും ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവരെ ആ ഡെഡ് ബോഡീസിന് നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അത് ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റൂറൽ ഏരിയാസിലാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ മോർച്ചറികളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അവൈലബിൾ ആകുന്ന സമയം വരെ നമുക്ക് ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ സൂക്ഷിക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ മോർച്ചറി ഒന്ന് വായിച്ചു നോക്കി. ലാസ്റ്റ് പോയിന്റ് ആണോ? ഇൻ റൂറൽ ഏരിയാസ്, അതായത് ഗ്രാമപ്രദേശങ്ങളില് അവിടെ അവർക്ക് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടക്കം ചെയ്യാനുള്ള തൊട്ടടുത്ത് അവർക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അങ്ങനെ സൗകര്യങ്ങൾ ലഭ്യമാവാത്ത ഒരു ഇടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അടുത്തുള്ള ആ ഹോസ്പിറ്റൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചെറിയൊരു ഫീസ് അവർ ഈടാക്കും. ആ ഒരു ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവരെ താമസിപ്പിക്കാനും അവരെ ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഡെഡ് ബോഡിയെ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അത് അത്രത്തോളം നാളെന്നാണ് പറയുന്നത്, അവർക്ക് ആ ഒരു സൗകര്യം എപ്പോഴാണ് ലഭ്യമാകുന്നത്, ചിലപ്പോ ആ ദൂരേക്കാണ് അങ്ങനെയുള്ളൊരു അടക്കം ചെയ്യാനുള്ള ഒരു സൗകര്യം ഉള്ളതെങ്കിൽ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കുന്നത് വരെ, അങ്ങനെ ഒരു സമയം വരെ നമുക്ക് ആ ഒരു ചെറിയ ഫീസ് കൊടുത്തിട്ട് ഹോസ്പിറ്റൽ മോർച്ചറികളിൽ ഈ ഒരു ഡെഡ് ബോഡീനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. പിന്നെ ഏതാ പോയിന്റ് പറഞ്ഞ? മോർട്ടീഷ്യൻ ആരാണെന്നാണോ? മോർട്ടീഷ്യൻ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എംപ്ലോയിഡ് ആയിരിക്കുന്ന, അവിടെ ജീവിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാര്, അവരെ സാലറിഡ് ആയിട്ടുള്ള ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഒരു കെയർ സെന്റർ, അതുപോലെ ഒരു ഹോസ്പൈസ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോമുമായി ബന്ധപ്പെട്ടാണ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് സാലറി, അവിടെ എംപ്ലോയ് ചെയ്യുന്ന, അവിടെ ജോലി ചെയ്യുന്ന സാലറിഡ് ആയിട്ടുള്ള ജീവനക്കാരൻ, അവരെയാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സേവനത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ മറ്റൊരു ചുമതല എന്താണ്? ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട്, ഫോറൻസിക് പർപ്പസസിന് വേണ്ടിയിട്ട്, ഫോറൻസിക് വൈദ്യപരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്യാനുള്ള ഒരു സൈറ്റ് ആയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഹോസ്പിറ്റൽ മോർച്ചറീസ് ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറിയിൽ എന്താണ് പറയുന്നത്? പ്രൈവറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഇതൊരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ മോർച്ചറിയാണ്. A private mortuary is a private structure to receive remains waiting for burial or cremation. ഇവിടെ ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. അതായത് ഒരു സ്വകാര്യവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ ഒരു സ്വകാര്യ മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ burial or cremation. എന്താണ് ക്രിമേഷൻ? ക്രിമേഷൻ പറഞ്ഞതാണ്. ക്രിമേഷൻ എന്താണ്? എന്താണ് ഒരു ക്രിമേഷൻ? ക്രിമേഷൻ സംസ്കാരം അല്ലെ, ശവസംസ്കാര ചടങ്ങുകൾ അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അവിടെ ക്രിമേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശവസംസ്കാരം, അതുപോലെ അടക്കം ചെയ്യുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ആ ഡെഡ് ബോഡീസിനെ അതിന് മുൻപായിട്ട് ആ ഒരു ബ്യൂറിയൽ ചെയ്യാനല്ല, അടക്കം ചെയ്യാനോ അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഡെഡ് ബോഡീസ് അതിന് മുൻപായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ്
മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. നമ്മുടെ വീടുകളില് മരണപ്പെട്ട കേസുകളിലാണ് കൂടുതലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെട്ട അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വിദേശത്താണെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുക്കും ഇങ്ങോട്ട് അവരുടെ ആ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും. അപ്പൊ അങ്ങനെ ദിവസമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ആ ഒരു വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും തുടങ്ങുന്നതിന് മുൻപ് വരെയും നമുക്ക് ആ ഒരു പ്രൈവറ്റ് മോർച്ചറിയില് ഈ ഒരു ബോഡി സൂക്ഷിക്കാവുന്നതാണ്. അൺലൈക്ക് എ ഹോസ്പിറ്റൽ മോർച്ചറി, ഇനി ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയെ പോലെയല്ല, a private mortuary may not receive the bodies of individuals who die of certain infections, diseases. ഈ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി പോലെയല്ല മറ്റൊരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയില് ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഡിസീസ് വന്ന് മരിച്ചാലും അവരവിടെ ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അത് സ്വീകരിക്കും. എന്നാൽ പ്രൈവറ്റ് മോർച്ചറിയെ പറ്റി പറയുമ്പോൾ അവിടെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വന്ന് മരണപ്പെട്ടതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഒന്നും പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യില്ല, റിസീവ്ഡ് അവര് സ്വീകരിക്കില്ല. അതാണ് പറയുന്നത്. ലൈക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയെ പോലെയല്ല ഒരു പ്രൈവറ്റ് മോർച്ചറിയില് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് മൂലം മരണമടഞ്ഞ വ്യക്തികൾ വന്നു കഴിഞ്ഞ് മരണമടഞ്ഞതായിട്ടുള്ള മൃതദേഹങ്ങൾ എത്തിയാല് അത് പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പൊ അവര് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അപ്പൊ അവർ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കില്ല. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കേസസ് ഉള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവര് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല. ഓക്കെ, ദെൻ ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. ഇനി എല്ലാ പ്രൈവറ്റ് മോർച്ചറീസും പ്രൈവറ്റ് മോർച്ചറീസിനെ മാനേജ് ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസ് ആണ്. ആ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ആ ഫ്യൂണറൽ പാർട്ണർ എന്താണെന്നൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ അതൊക്കെ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പൊ ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, എ ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ, എ ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ ഈസ് എ ബിസിനസ്. എ ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ ഈസ് എ ബിസിനസ്. എ ഫ്യൂണറൽ ഹോം or funeral parlor is a business. A funeral home or funeral parlor is a business that provides. A funeral home or funeral parlor is a business that provides burial and funeral services. That provides burial and funeral services, burial and funeral services for the dead and their families, for the dead and their families, for the dead and their families. A funeral home or funeral parlor is a business that provides burial and funeral services for the dead and their families. കിട്ടിയോ? ഓക്കെ, അപ്പൊ ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബിസിനസ് ആണ് അല്ലെ? ഒന്നുകൂടെ പറയണം. ഓക്കെ, എ ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ is a business that provides burial and funeral services for the dead and their families. For the dead and their families. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ എന്താണെന്നുള്ളത് പറഞ്ഞത് കിട്ടിയോ? ഓക്കെ, ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ബിസിനസ് ആണ് അല്ലെ? ഇപ്പൊ എല്ലാം ബിസിനസ് ആണല്ലോ. അപ്പൊ നമുക്കറിയുമ്പോൾ ഒരു ബിസിനസ്, അതായത് പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലോട്ട് അത് അത്രയും പ്രാവർത്തികമായിട്ടില്ല. എന്നാൽ കൂടി പുറമേയുള്ള രാജ്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അതൊരു ഇവന്റ് ആയിട്ട് ഏറ്റെടുത്ത് നടത്താനും കാര്യങ്ങളെല്ലാം വയ്ക്കാനും ഒക്കെ ഒത്തിരി ബിസിനസ് പരമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? നമ്മളൊരു മാരേജ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ അത് ഓൺ
ഓർഗനൈസ് ചെയ്യാനും അതുപോലെ ഓരോ ആ ഇവന്റിനെ ഡെക്കറേറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അവർ നേതൃത്വം എടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഫ്യൂണറൽ ഇവിടെയും ഫ്യൂണറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ശവസംസ്കാരം, അതായത് ആ ഒരു മൃതദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ. പുറത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരാളെ പേഴ്സൺ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് അവരുടേതായുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത് ഇതുപോലെയുള്ള, അവർക്ക് ചിലപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രാർത്ഥനകളും കാര്യങ്ങളും. അപ്പൊ ഓരോരുത്തരുടെയും ആ റിലീജിയൻ ബേസ് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെതായ മതപരമായിട്ടുള്ള ചടങ്ങുകളും അല്ലെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും നമ്മുടെ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ പാർലറിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ്. ഇതിന്റെ ഒരു സേവനത്തിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് മോർച്ചറി ഇപ്പൊ ഒത്തിരി ദൂരെയുള്ള ആളുകളാണ്, അവർ നാട്ടിലെത്തിയിട്ട് വേണം ഒരു ശവസംസ്കാര കാര്യങ്ങൾ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ നാട്ടിൽ വരുന്ന ഒരു സമയം വരെ നമുക്ക് ആ ഒരു പ്രൈവറ്റ് മോർച്ചറിയിൽ ഈ ഒരു ഡെഡ് ബോഡീസ് സൂക്ഷിക്കാം. ഇനി അവർക്ക് അവരുടേതായ കാര്യങ്ങൾ വഴി അവര് ബാക്കിയുള്ള ചടങ്ങുകൾ ചെയ്തോളുമെങ്കിൽ അവർക്ക് ഇവിടുന്ന് ആ ഒരു മോർച്ചറിയിൽ നിന്ന് ആ ഒരു ഡെഡ് ബോഡി എന്ത് ചെയ്യാം? കൊണ്ടുപോയി അവരുടേതായ ആചാരങ്ങൾ ചെയ്യാം. ആചാരങ്ങൾ ചെയ്ത് അതിനെ എന്ത് ചെയ്യുക? ഒന്നുകിൽ അടക്കം ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ശവസംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്യാം. ഇനി ചിലർക്ക് എന്താണ് ആ ഒരു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ആ ഒരു ശവസംസ്കാര ചടങ്ങുകളും എല്ലാം ചെയ്ത് സഹായം ആവശ്യമായിട്ട് വരാണെങ്കിൽ അതും ഇവര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. ആ ശവസംസ്കാര ചടങ്ങോ അല്ലെങ്കിൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ദഹിപ്പിക്കുന്ന ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവര് നൽകുന്നുണ്ട്. അതാണ് ഒരു ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി. അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സർവീസ് ആണ്. ഈ ഫ്യൂണറൽ ഹോമിന്റെ ഒരു എക്സ്റ്റേണൽ സേവനമാണ് എന്താണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ പ്രൈവറ്റ് മോർച്ചറിയിൽ വെക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ സേവനം ലഭ്യമാക്കണമെങ്കിൽ അവരുടെ താല്പര്യം അനുസരിച്ചാണ്. അവർക്ക് ആ ഒരു ദഹനവുമായി അവരെ ദഹിപ്പിക്കുന്ന ആ ഒരു ഫ്യൂണറൽ ചടങ്ങുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫ്യൂണറൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സേവനം ആവശ്യമാണോ അതൊക്കെ ഇവര് ആവശ്യമായിട്ടുള്ളവർക്ക് ആ ഒരു സഹായം അവര് ലഭ്യമാക്കി നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ബിസിനസ് പോലെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ശവസംസ്കാരം ദഹിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ സേവനങ്ങളും, ആ ഒരു ശ്മശാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചാപ്പൽ പോലെയുള്ള കാര്യങ്ങൾ, അവിടെ പ്രിയേഴ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഓരോ മതപരമായ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? സഹായമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ ഏജൻസി പോലെയുള്ളതാണ് ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. അതിനുള്ളിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ആവശ്യമുള്ളവർക്ക് മറ്റു സേവനങ്ങളും കൂടി ലഭ്യമാക്കി നൽകുമെന്ന് മാത്രം. കിട്ടിയോ? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ് അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ എന്താണ് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടോ അതിനു മുൻപ് ഡെഡ് ബോഡീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വകാര്യ മോർച്ചറികൾ. ഇത് കൂടുതലായിട്ടും വീടുകളിൽ ഡെത്ത് സംഭവിച്ച ആളുകളെ കുറിച്ച് അവരുടെ ആ ഒരു എന്താണ് ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസസ് ഉള്ള ആളുകളിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല? ഡെഡ് ബോഡീസിനെ സ്വീകരിക്കുന്നില്ല. സാധാരണ ഹോസ്പിറ്റൽ മോർച്ചറികൾ ചെയ്യുന്ന പോലെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസിലൊന്നും ഉള്ള ആളുകളിൽ നിന്നും ഇവിടെ പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മളിവിടെ സ്വീകരിക്കില്ല. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസ് ആണ് ഈ പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത്. ഇനി പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ പാർട്ട് ഓഫ് ദി എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസ് നൽകുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. They come under the category either of funeral home or funeral parlor. അത് ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. കിട്ടിയോ? പ്രൈവറ്റ് മോർച്ചറി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ,
സെക്കൻഡ് പോയിന്റ് ആണോ? ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. വീടുകളിൽ വെച്ച് മരണപ്പെടുന്ന കാര്യങ്ങൾ എന്തും സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വീടുകളിലൊക്കെ വെച്ച് മരണപ്പെടുന്ന ആളുകൾ, അല്ലാതെ ഇങ്ങനെ വലിയ കേസുകൾ ഉള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടൊക്കെ മരിക്കുന്ന ആളുകളൊന്നും അവരിവിടെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ആ ഒരു സ്വാഭാവികമായിട്ടും അവിടെ വീടുകളിലൊക്കെ വെച്ച് മരിക്കുന്ന പ്രായമായവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ, അങ്ങനെയുള്ള സംഭവിക്കുന്ന കേസുകളിലാണ് പ്രൈവറ്റ് മോർച്ചറിക്കാർ അവിടെ എന്ത് ചെയ്യുള്ളൂ, ഡെഡ് ബോഡീസ്, അങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെയാണ് അവരോട് സ്വീകരിക്കുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കേസസ് കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അതിന്റെ പുറമെ എന്ത് ചെയ്യണം, അവർക്ക് ആ ഒരു ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി തന്നെയാണ്, അവിടെയാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം പോലുള്ള കാര്യങ്ങളും ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനങ്ങളുള്ളൂ. അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകളുള്ള അങ്ങനെ വന്നിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ഒക്കെ വന്ന് മരണപ്പെട്ടവരാണെങ്കിൽ അത് അങ്ങനെയുള്ളവരെയും ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് അവിടെ ആ ഒരു സൂക്ഷിക്കാനായിട്ട് അവര് സ്വീകരിക്കില്ല. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റോ, എ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ. ഇതൊരു സ്വകാര്യമായിട്ടുള്ള ഒരു മോർച്ചറിയാണ്, സ്വകാര്യ മോർച്ചറി. അതൊരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബ്യൂറിയൽ ഓർ ക്രിമേഷൻ. എന്താണ്, അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ക്രിമേഷൻ ശവസംസ്കാര ചടങ്ങിന് മുൻപോ ഒക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ മുൻപ് സൂക്ഷിക്കാനായിട്ട്, ആ ഒരു ഡെഡ് ബോഡീസ് സൂക്ഷിക്കാനായിട്ട് എന്താണ് തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. കിട്ടിയോ പ്രൈവറ്റ് മോർച്ചറി? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മെയിൻറ്റെയിൻ ദി മോർച്ചറി എൻവയോൺമെന്റ്. ഇനി അവിടെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആ മോർച്ചറി എൻവയോൺമെന്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. അപ്പൊ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി റെക്കോർഡുകൾ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഡെഡ് ബോഡീസ് അവിടെ നിലവിലുണ്ട്, എത്ര എണ്ണം വന്നു, എത്ര എണ്ണമാണ്, ഏതൊക്കെ സമയത്താണ് വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അതിന് ചെയ്തത്, ഏതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്, അങ്ങനെയുള്ള കേസുകൾ. അതുപോലെ എത്ര എണ്ണമാണ് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ കൂടെ റിലേറ്റീവ്സിന് കൈമാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ എന്താ, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള മോർച്ചറി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള ഒക്യുപ്പൻസി രജിസ്റ്ററുകൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക. അതാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമത്തെ കാര്യം നോക്കിയേ, ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. നമ്മൾ പറഞ്ഞു സ്റ്റോറേജ് ചേംബറുകൾ ഉണ്ട് മോർച്ചറിയിൽ അല്ലെ. അവിടെ കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ രണ്ട് ടെമ്പറേച്ചറുകൾ അവിടെ, ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് അല്ലെ. ആ ഒരു ടെമ്പറേച്ചറിന്റെ റേഞ്ച് മാറാൻ പാടില്ല. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ആ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്ന ഏരിയയിൽ ആ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അത് നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. അതാണ് രണ്ടാമതായി പറയുക പോയിന്റ്. തേർഡ് വൺ നോക്കിയേ, cleanliness and tidiness of mortuary is sustained. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലീൻലിനെസ്, വളരെ വൃത്തിയുള്ളതും അതുപോലെ തന്നെ അടക്കും ചിട്ടയും ഉള്ളതായിട്ടുള്ള ഒരു മോർച്ചറി, ആ ഒരു മോർച്ചറി പരിസരം എൻവയോൺമെന്റ് എങ്ങനെയാണ് വളരെ വൃത്തിയുള്ളതാക്കിയും അടക്കും ചിട്ടയുള്ളതൊക്കെ ആക്കിയിട്ട് നിലനിർത്തുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക. എന്തുമായി ബന്ധപ്പെട്ടാണ് മോർച്ചറിയിൽ സുരക്ഷിതത്വം അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പാക്കുക? കാരണം എന്താ, ക്രൈം കേസസ് ക്രിമിനൽ കേസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെഡ് ബോഡീസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ട് അത് കാണാനാവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാം. അവിടെയുള്ള എവിഡൻസുകൾ അല്ലെ, ഇപ്പൊ പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് ഒന്നും കാണാതെ പോവാതിരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എവിഡൻസ് ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സെക്യൂരിറ്റി, ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം എപ്പോഴും നിരീക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും വേണം.
Okay, last point നോക്കി infection control standards and agendas are strictly sustained at all times. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ സ്റ്റാൻഡേർഡുകൾ എന്താണ് മാനദണ്ഡങ്ങൾ കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അജൻഡാസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ടൈം എല്ലാ സമയവും അത് നിലനിർത്തുക. നല്ല ശരിയായ രീതിയിലുള്ള മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് അവിടെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതും ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എൻവയോൺമെന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ നോക്കി മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. വളരെ കൃത്യമായിട്ട് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ മോർച്ചറിയിൽ വരുന്ന ഡെഡ് ബോഡീസ് എത്ര എണ്ണം അവിടെ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിരിക്കുന്നത്, അതുപോലെ ഏതൊക്കെ സമയത്താണ് ബോഡീസ് വന്നത്, ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അവരുടേതായ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈമാറിയിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട എല്ലാ രജിസ്റ്ററുകളും ഒക്യുപ്പൻസി രജിസ്റ്റേഴ്സ് ഒക്കെ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്ത് വയ്ക്കണം. രണ്ടാമത്തത് പറഞ്ഞ എന്താ ടെമ്പറേച്ചർ, അവിടുത്തെ ആ ഒരു ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഓരോ ഡെഡ് ബോഡീസും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചേമ്പറുമായി ബന്ധപ്പെട്ട ആ ടെമ്പറേച്ചറുകൾ കൃത്യമായിട്ട് ആ ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് ഒബ്സർവ് ചെയ്യുക, ആ ഒരു കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ നിലനിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. മൂന്നാമതായിട്ട് പറഞ്ഞ എന്താ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് അവിടെ ആ ഒരു മോർച്ചറിയുടെ എൻവയോൺമെന്റ് ആ ഒരു പരിസരം വളരെ ക്ലീൻ ആയിട്ട് വൃത്തിയുള്ളതും അതുപോലെ തന്നെ വളരെ അടുക്കും ചിട്ടയും ഉള്ളതായിട്ടും നിലനിർത്തുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം, മോർച്ചറിയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതത്വം നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ക്രിമിനൽ കേസസ് അല്ലെങ്കിൽ മറ്റ് ക്രൈം കേസസുമായി ബന്ധപ്പെട്ട് ഡെഡ് ബോഡീസ് അല്ലെ അവരുടെ ആ ഒരു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഡെഡ് ബോഡീസ് ഒക്കെ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് കാണാതെ പോവുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുകയോ മറ്റു തെളിവുകളൊക്കെ പോസ്റ്റ്മോർട്ടം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു എവിഡൻസുകളൊക്കെ നശിപ്പിക്കപ്പെടാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും സുരക്ഷിതത്വം വളരെ ഉറപ്പാക്കണം, അത് നിലനിർത്തുകയും വേണം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇൻഫെക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടുത്തെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ എല്ലാ നടപടിക്രമങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പാലിക്കുക. എപ്പോഴും എല്ലാ സമയത്തും അങ്ങനെയുള്ള മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുന്നത് വഴി ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങള് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള പോയിന്റുകളാണ്. ഓക്കെ, ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഇന്നത്തെ എടുത്തിരിക്കുന്ന ഭാഗം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പ്രൈവറ്റ് മോർച്ചറിയില് ഉള്ള തേർഡ് പോയിന്റ് ആണോ പറഞ്ഞേ? അൺലൈക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയെ പോലെയല്ല. ഒരു പ്രൈവറ്റ് മോർച്ചറിയില് എങ്ങനെയാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ്, അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ വഴി മരണപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങള് പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യില്ല, സ്വീകരിച്ച് അവിടെ സൂക്ഷിക്കില്ല. ഓക്കെ, അതേസമയം ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അങ്ങനെയുള്ള എല്ലാ കേസുകളും എടുക്കും. അതേസമയം പ്രൈവറ്റ് മോർച്ചറിയില് ഹോസ്പിറ്റൽ മോർച്ചറിയെ പോലെയല്ല. പ്രൈവറ്റ് മോർച്ചറിയില് ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് വന്ന് മരണപ്പെട്ടതായിട്ടുള്ള ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ആളുകളുടെ ഡെഡ് ബോഡീസ് ഒന്നും റിസീവ് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെ അവർ സ്വീകരിക്കില്ല. അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് സ്വീകരിക്കില്ല പ്രൈവറ്റ് മോർച്ചറിയില്. കിട്ടിയോ? നവനീതയ്ക്ക് കിട്ടിയോ ആ തേർഡ് പോയിന്റ്? മനസ്സിലായോ? ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്.
മാത്രം ഇപ്പൊ ഈ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റില് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതാണ്, ഇൻക്ലൂഡഡ് അല്ലാത്തവ ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്രൈവറ്റ് മോർച്ചറിയിലാണെങ്കിലും ആ ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്, ബ്യൂറിയൽ അല്ലെങ്കിൽ ക്രിമേഷന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ആ ഡെഡ് ബോഡീസിനെ വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറിയിലാണെങ്കിലോ ആ ഒരു മോർട്ടീഷ്യൻ ആരാണ്, അവിടുത്തെ ആ ഒരു എംപ്ലോയി സാലറിഡ് ആയിട്ടുള്ള പേഴ്സണൽ ആണ് മോർട്ടീഷ്യൻ. ഹോസ്പിറ്റൽ മോർച്ചറിയിലെ എംപ്ലോയിഡ് സാലറിഡ് പേഴ്സണൽ ആണ്, എംപ്ലോയ് ചെയ്തിരിക്കുന്ന സാലറിഡ് പേഴ്സണൽ ആണ് മോർട്ടീഷ്യൻസ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് മോർച്ചറി എന്താണ്, മോർച്ചറി ബിൽഡിംഗ് പ്ലാൻ സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് അഫേർമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺസ് ആർ ട്രൂലി ഡെഡ്. എന്ത് ചെയ്യുന്നു, ആ ഒരു യഥാർത്ഥത്തിൽ മരിച്ചു, ആ ഒരു ഡിസീസ്ഡ് പേഴ്സൺസ് മരണമടഞ്ഞ വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറികൾ സൂക്ഷിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് മോർച്ചറീസിൽ വരാറ്. അല്ലെങ്കിൽ ഏതൊക്കെയാണ് മോർച്ചറി ടൈപ്സ് ഓഫ് മോർച്ചറീസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ അത് 3 എണ്ണം ശരിയാണെന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യുക. വെയിറ്റിംഗ് മോർച്ചറി ഉൾപ്പെടും, ഹോസ്പിറ്റൽ മോർച്ചറി ഉൾപ്പെടും, അതുപോലെ തന്നെ പ്രൈവറ്റ് മോർച്ചറി ഉൾപ്പെടും. അപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ ആ 3 എണ്ണവും എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഓൾ ഓഫ് ദ 3 ആയിരിക്കും കൊടുത്തിരിക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ അത് ചൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് തന്നെയാണ്. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ ആ ഒരു കോൾഡ് ചേമ്പറിന്റെ റേഞ്ച് എത്രയാണ്, നെഗറ്റീവ് ടെമ്പറേച്ചറിന്റെ ആ ഒരു കോൾഡ് റേഞ്ച് എത്രയാണ്. ഓക്കെ, എന്താണ് തീർത്ത, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ ഇത്രയും എല്ലാവർക്കും? ഓക്കെ, നമ്മള് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് എഴുതാറുണ്ടല്ലോ. അപ്പൊ ആ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. CSSD ആണ് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് കേട്ടോ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് CSSD. അപ്പോ 19 ഒക്കെയാണ് ചാപ്റ്ററിന്റെ നമ്പർ കിടക്കുന്നത്. നിങ്ങളിൽ ചിലപ്പോൾ മാറിയായിരിക്കും കിടക്കുക, പേപ്പർ വൈസ് ആയിട്ടൊക്കെ തിരിച്ചു തന്നിരിക്കുമ്പോൾ നമ്പർ വ്യത്യാസപ്പെട്ട ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി, CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ അതാണ്. നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.